ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നീതിയാസ് മാജിക്കിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ആദ്യം തന്നെ എല്ലാവർക്കും എൻ്റെ പെരുന്നാൾ ആശംസകൾ. അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ചിക്കൻ വെച്ച് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ് ചിക്കൻ ഗീ റോസ്റ്റ്. വളരെ ഈസി ആയിട്ട് എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ 1 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. അത്യാവശ്യം വലിയ പീസായിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത്. ഇനി ഇതൊന്ന് മാരിനേറ്റ് ചെയ്യാനായി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പ്. നമ്മൾ മസാലയിൽ ഉപ്പ് ചേർക്കും, അപ്പോൾ അത് നോക്കിയിട്ട് ഇതിൽ ആവശ്യത്തിന് മാത്രം ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ നമുക്ക് ആവശ്യം തൈരാണ്. നല്ല കട്ട തൈരുണ്ടല്ലോ, അതൊരു 5 ടേബിൾ സ്പൂൺ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അധികം പുളിയില്ലാത്ത തൈര് നോക്കിയിട്ട് എടുക്കുക കേട്ടോ. ഒട്ടും പുളിയില്ലാത്ത തൈരാണെങ്കിൽ അത്രയും നല്ലത്, അധികം പുളി പാടില്ല. അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് 5 ടേബിൾ സ്പൂണാണ് തൈര് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതുകൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് ഒരുപാട് നേരമൊന്നും നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചേക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നമ്മളുടെ മസാല റെഡിയാവുന്ന ടൈമിന് മുന്നായിട്ട് നമ്മളിത് ചെയ്ത് വെച്ചാൽ മതി. ഒരു 10 മിനിറ്റ് അത്രയും മതി. അപ്പോൾ ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. എന്നിട്ട് ഇതിൻ്റെ മസാല റെഡിയാക്കാം. ഇനി നമുക്ക് ഒരു പാനിലേക്ക് വറ്റൽമുളകാണ് ഇട്ട് കൊടുക്കാനുള്ളത്. ഞാനിപ്പോൾ ഇവിടെ ഒരു 10 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. നമുക്ക് വേണ്ട എരിവിനനുസരിച്ചിട്ട് എടുക്കുക. അപ്പോൾ അതിൻ്റെ കളറൊന്ന് ചേഞ്ചായി വരുന്നത് വരെ നമ്മളിത് റോസ്റ്റ് ചെയ്തെടുക്കുക. അപ്പോൾ കാശ്മീരി ചില്ലി എടുക്കുന്നുണ്ടെങ്കിൽ അതാവാം, അതല്ലെങ്കിൽ നമുക്ക് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. അത് നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമുക്ക് മാറ്റിയെടുക്കാം. അപ്പോൾ ഇതിൻ്റെ കളറൊന്ന് മാറി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനി നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആഡ് ചെയ്യാനുള്ളത് മല്ലിയാണ്, പച്ചമല്ലി. അപ്പോൾ പച്ചമല്ലി ഞാനിപ്പോൾ ഇവിടെ 1 ടേബിൾ സ്പൂണാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് ആവശ്യം കുരുമുളകാണ്. ഞാനിവിടെ കുരുമുളകും 1 ടേബിൾ സ്പൂണാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് വേണ്ട എരിവിനനുസരിച്ചിട്ട് മുളകിൻ്റെയും കുരുമുളകിൻ്റെയൊക്കെ ക്വാണ്ടിറ്റിയിൽ വ്യത്യാസം വരുത്താം. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ ജീരകം, പെരിഞ്ജീരകം ഉണ്ടല്ലോ, അത് നല്ല ജീരകം അല്ല, പെരിഞ്ജീരകം, അതുകൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെയൊക്കെ കളറൊന്ന് ചേഞ്ചായി വരുന്നത് വരെ നമുക്കൊരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതിൻ്റെയൊക്കെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ആ മുളകും ഈ മസാലയും കൂടി ഒന്ന് തണുത്തതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ ഇതാണ് നമ്മൾ ഇതിലേക്ക് ചേർക്കുന്ന ആ ഒരു മസാല. അപ്പോൾ ഇതും നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ചിക്കൻ പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങാം. അതിനായിട്ടൊരു പാനിലേക്ക് 3 ടേബിൾ സ്പൂൺ നെയ്യാണ് നമ്മൾ ചേർക്കുന്നത്. ഗീ റോസ്റ്റ് ആകുമ്പോൾ നമ്മൾ നെയ്യിലാണല്ലോ ചെയ്തെടുക്കുന്നത്. അപ്പോൾ 3 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇനി ആ നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോഴേക്കും ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചത് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ഏകദേശം 1 മിനിറ്റോളം നമുക്ക് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് സവാള ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 3 സവാളയാണ് എടുത്തിരിക്കുന്നത്. 3 സവാള ചെറുതായിട്ട് കട്ട് ചെയ്തത്. അപ്പോൾ അതുകൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ സവാള പെട്ടെന്ന് കളർ ചേഞ്ച് ആവാനായിട്ട് നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഓൾറെഡി ചിക്കൻ മാരിനേറ്റ് ചെയ്തതിൽ ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നോക്കിയിട്ട് വേണം നമ്മൾ ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ സവാള നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായി വരുന്നത് വരെ നമുക്ക് നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഈ സവാളയുടെ കളറൊന്ന് ചേഞ്ചായി വരട്ടെ കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി ചെയ്യാം. അപ്പോൾ ദാ നമ്മളുടെ സവാളയൊക്കെ കളർ ചേഞ്ചായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ചിക്കൻ്റെ പീസസൊക്കെ ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് 2-3 മിനിറ്റ് നമുക്ക് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട്, മസാലയൊന്നും ചേർക്കണ്ട, മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്യാം കേട്ടോ. നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം അപ്പോൾ നമ്മളിത് കണ്ടിന്യൂസ് ഇളക്കി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. 2-3 മിനിറ്റ് നമുക്ക് ഇതുപോലെ തന്നെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ നമ്മളുടെ ചിക്കൻ ഇപ്പോൾ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത് 2-3 മിനിറ്റ് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്.
ഇനി നമുക്കിതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു മസാല ഉണ്ടല്ലോ, നേരത്തെ നമ്മൾ ആ ഒരു റോസ്റ്റ് ചെയ്തെടുത്തതൊക്കെ കൂടി നമ്മളൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ആ ഒരു മസാല നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിതിൽ വേറെ മസാല ഒന്നും ചേർക്കുന്നില്ല കേട്ടോ. ഞാനിപ്പോൾ നമ്മൾ പൊടിച്ചെടുത്തത് ഫുള്ളായിട്ട് തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മളിതിൽ ഗരം മസാല ഒന്നും യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിനു മുമ്പും നമ്മളുടെ ചാനലിൽ ചിക്കൻ വെച്ചിട്ടുള്ള ഒരുപാട് റെസിപ്പീസ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ പറ്റുന്നവരൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കയറി കണ്ട് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സ് ഒക്കെ അറിയിക്കുക. പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ഒരു കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ഒന്ന് ഇനേബിൾ ചെയ്ത് വെക്കാൻ മറക്കരുത്. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് വേണമെങ്കിൽ നമുക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇനി ഇത് നമുക്ക് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്യാം. നമ്മളിതിൽ വെള്ളമൊന്നും ആഡ് ചെയ്യുന്നില്ല. ഈ ചിക്കനിൽ നിന്ന് വരുന്ന ആ ഒരു വെള്ളത്തിൽ കിടന്ന് തന്നെ ഇത് കുക്കായി കിട്ടും. അപ്പോൾ അതാ നമ്മളുടെ ചിക്കനിൽ നിന്ന് തന്നെ ഇറങ്ങി വന്ന വെള്ളമാണ് കേട്ടോ. അപ്പോൾ ഇടയ്ക്കൊക്കെ ഇതുപോലെ ഒന്ന് തുറന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇത് നന്നായിട്ട് വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ അഡീഷണൽ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു വെള്ളത്തിൽ കിടന്ന് തന്നെ ആ ഒരു ചിക്കനൊക്കെ കുക്കായി കിട്ടും. അപ്പോൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത്, ഇല്ലെങ്കിൽ അടിക്ക് പിടിച്ചു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതിന് നമുക്ക് അടച്ചു വെച്ച് വീണ്ടും കുക്ക് ചെയ്യാം. ഫൈനലി നമ്മളുടെ ചിക്കനൊക്കെ അതാ ഇവിടെ കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് കുറച്ചുകൂടി ഒന്ന് ഡ്രൈ ആവണം, കാരണം നമ്മൾ റോസ്റ്റ് ആണല്ലോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഗ്രേവി വേണം എന്നുണ്ടെങ്കിൽ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം, കാരണം ചിക്കനൊക്കെ കുക്കായി വന്നിട്ടുണ്ട്. പക്ഷേ നമ്മൾ റോസ്റ്റ് എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി ഒന്ന് ഡ്രൈ ആക്കി എടുക്കണം. അപ്പോൾ അത് ഇനി നമ്മളിത് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു 3-4 മിനിറ്റ് നമുക്കിത് തുറന്ന് വെച്ചിട്ട് തന്നെ കുക്ക് ചെയ്തെടുത്താൽ മതി, ഒന്നുകൂടി ഒന്ന് ഡ്രൈ ആയി കിട്ടാൻ. അപ്പോൾ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. ഇപ്പോൾ നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ, ആ നെയ്യുടെയും നമ്മളുടെ ആ ഒരു മസാലയുടെയൊക്കെ. അപ്പോൾ നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഈ പെരുന്നാളിന് ട്രൈ ചെയ്ത് നോക്കുക. അല്ലെങ്കിൽ നിങ്ങൾ ചിക്കൻ വാങ്ങുമ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പില, 2 തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ മല്ലിയിലയുടെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് വേണമെന്നുണ്ടെങ്കിൽ അതുകൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ അത് ചേർക്കുന്നില്ല, കാരണം എനിക്ക് അതിൻ്റെ ഫ്ലേവർ അത്ര ഇഷ്ടമല്ല. അപ്പോൾ അതിഷ്ടമുള്ളവർക്ക് അതുകൂടി വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നമ്മളുടെ ഗീ റോസ്റ്റൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ചോറിൻ്റെ കൂടെയും ഗീ റൈസിൻ്റെ കൂടെയും അതുപോലെ തന്നെ അപ്പം, ചപ്പാത്തി, പൊറോട്ട എല്ലാത്തിൻ്റെ കൂടെയും നല്ലൊരു കോമ്പിനേഷനാണ്. എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കുക. ഒപ്പം ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. മറ്റൊരു നല്ല റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ താങ്ക് യു, ബൈ ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.